തലത്തുള്ള പ്രണയം മാത്രമാണ്. ഉയരുന്ന മനസ്സിനെ മറ്റൊരു മനസ്സിനെ ഉണർത്താൻ പറ്റുള്ളൂ. ദുർബലമായ മനസ്സ് മറ്റൊരു മനസ്സിനെ ദുർബലമാക്കും. ഞണ്ട് ഞണ്ടിനെ വലിച്ചിടും എന്ന് പറയാറില്ലേ? എന്നാലൊരു കുരങ്ങൻ അതിൻ്റെ കുഞ്ഞിനെ വലിച്ച് മരത്തിലേക്ക് കയറ്റും. കാരണം മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്ന കുരങ്ങനെ താഴെ വന്ന് അതിന് കയറാൻ പറ്റും. ഒരു ഞണ്ടിന് എപ്പോഴും കയറാൻ പറ്റില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞണ്ട് മരത്തിൻ്റെ മുകളിൽ കയറുന്നു? അത് താഴെ നിൽക്കുള്ളൂ. അപ്പം നമുക്കൊരു ഞണ്ടിനെ പോലെ താഴെ നിന്ന് താഴ്ത്താൻ സാധിക്കും, അതല്ല ഉയർത്താനും സാധിക്കും. കാരണം മനുഷ്യന് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്. മനുഷ്യൻ്റെ ബോധമണ്ഡലം വികസിച്ചതാണ്. പക്ഷെ അത് വികസിപ്പിക്കാതിരുന്നാൽ നമുക്ക് സ്വയം ദുർബലരായി ജീവിക്കാം. അപ്പം ബോധത്തെ വികസിപ്പിക്കാൻ, ബോധത്തെ ഏകാഗ്രമാക്കാൻ, ബോധത്തെ ശക്തിപ്പെടുത്താനാണ് ഞാൻ സാധന ചെയ്യുന്നത്. അങ്ങനെ സാധന ചെയ്യുന്ന ആളുകൾക്ക് കാലേനാത്മനി വിന്തതി. കാലേന കാലേന എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് എന്നുള്ള അർത്ഥത്തിലല്ല, കാലം കൊണ്ട് ആത്മനി വിന്തതി. അവർക്ക് ആത്മനി തൻ്റെ ബോധത്തെയാണ് ഇവിടെ ആത്മനി എന്ന് വിളിക്കുന്നത്. ആ ബോധശക്തിയെ വിന്തതി കൈവരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് അവരുടെ ബോധമണ്ഡലത്തെ അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ, ഉണർത്താൻ, ഉയർത്താൻ സാധിക്കും. അപ്പൊ ബോധശക്തി ഉണർത്താനും ഉയർത്താനും സാധിക്കുന്നിടത്താണ് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ നല്ല ചിന്തകളിലേക്ക്, സാധനകളിലേക്ക് തിരിച്ചുവിടുന്നിടത്താണ് നമ്മളെ അലട്ടുന്ന വിഷമവേദനകളിൽ നിന്നൊക്കെ നമുക്ക് ശ്രദ്ധ മാറ്റുവാനുള്ള കഴിവ് കിട്ടുന്നത്. അതോടുകൂടി ദുഃഖത്തെ മറികടക്കാം. ദുഃഖം ആർക്കാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ബോധത്തെ നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിട്ട് അതിലുറപ്പിച്ചു നിർത്താൻ കഴിവില്ലാത്തവർക്ക്. എന്തേ കഴിവില്ലാതെ പോയത്? അങ്ങനെയൊന്നും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട്. എന്തേ പ്രാക്ടീസ് ചെയ്യാത്തത്? പ്രാക്ടീസ് ചെയ്യാത്തത് ഈ ഗീതയൊന്നും പഠിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരുടെ നിന്ന് കേട്ടിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും വെറുതെ തൊഴുതു പോകാനുള്ളതല്ല. തിക്കും തിരക്കും കൂട്ടി കൈകൊണ്ട് അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് അവസാനം പായസം വാങ്ങിച്ച് ചന്ദനക്കൂടിയിട്ട് പോകാനുള്ളതല്ല ക്ഷേത്രം. യോഗസംസിദ്ധി, ബോധയോഗ സംസിദ്ധി, ഈ വാക്ക് മറക്കരുത് നിങ്ങൾ. യോഗസംസിദ്ധി നിങ്ങളുടെ മനസ്സിനെ, ബോധത്തെ നിങ്ങൾ ചൊല്ലുന്നതിലേക്ക് കൊണ്ടുവന്ന്, സ്മരിക്കുന്നതിലേക്ക് കൊണ്ടുവന്ന് കുറച്ചു നേരം അതിലങ്ങനെ ഏകാഗ്രമാക്കി, അതിലർപ്പിച്ച്, അതിൽ ലയിപ്പിച്ച്, അതിൽ മുഴുകി ആഴണം വാഴണം.